ഹേ ഗൈസ്, സോ നമ്മൾ കുറച്ചധികം കാലമായ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ട് ഐ നോ ഇറ്റ്സ് മൈ സെക്കൻഡ് വീഡിയോ ആൻഡ് ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 മാസം ആവാനായി. ആൻഡ് യെറ്റ് ഞാൻ ഇപ്പം ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ ഇസ് ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം CBSEന്റെ സെക്കൻഡ് ബോർഡ്സ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത് ഇസ് ബിക്കോസ് ഐ ഹാഡ് മൈ ഫസ്റ്റ് ബോർഡ്സ്, പിന്നെ പെരുന്നാൾ അങ്ങനെ ഇങ്ങനെ കുറെ തിരക്കായി. സോ ഫ്രം നൗ ഓൺ ഐ ഹാവ് ഡിസൈഡഡ് ടു പോസ്റ്റ് കൺസിസ്റ്റന്റ്ലി. അപ്പോൾ സെക്കൻഡ് ബോർഡ്സിന് ആർക്ക് അപ്പിയർ ചെയ്യുന്നുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്താണെങ്കിലും സെക്കൻഡ് ബോർഡ്സിന് അപ്പിയർ ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് കുറെ പേർക്കും അറിയാമായിരിക്കും എന്തൊക്കെയാണ് ചിക്കു മിണ്ടാണ്ടൊക്കെ. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തൊക്കെയാണ് സെക്കൻഡ് ബോർഡ്സിന്റെ രീതികൾ, എങ്ങനെയൊക്കെയാണ് എഴുതാൻ പറ്റുന്നതൊക്കെ. സോ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാണെങ്കിൽ നമുക്ക് CBSEയിൽ ഈ ഇയർ മുതൽ 2 തവണ നമുക്ക് ബോർഡ് എക്സാം എഴുതാൻ പറ്റും. ഫസ്റ്റ് ടൈം നമ്മൾ കമ്പൽസറി ആണ്, ഫെബ്രുവരിയിൽ എഴുതുന്നത് ഇറ്റ്സ് കമ്പൽസറി. പിന്നെ മെയ്യിലുള്ളത് സെക്കൻഡ് ഫേസ് ആണ്. സോ അത് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ എഴുതേണ്ട. ഇറ്റ്സ് ഫോർ ഇംപ്രൂവ്മെന്റ് പർപ്പസസ്. ആൻഡ് ഇവർ മാർക്ക് ചൂസ് ചെയ്യുക ഇസ് ബെസ്റ്റ് ദി 2 റൂൾ വെച്ചിട്ടാണ്. രണ്ടിലും ഏതിലാണോ ഏറ്റവും കൂടുതൽ മാർക്ക് അതാണ് ഇവർ ചൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബോർഡ് എക്സാമിൽ 5 സബ്ജക്ട്സും എഴുതണം. ദാറ്റ് ഇസ് 6 6 7 7. സോ ഞാൻ 6th സബ്ജക്ട് ഇല്ല, എനിക്ക് 5 സബ്ജക്ട്സേ ഉള്ളൂ. ദാറ്റ് ഇസ് 3 കോർ സബ്ജക്ട്സ് ഇൻ 2 ലാംഗ്വേജസ്. അപ്പം ആ 5 സബ്ജക്ട്സ് നമ്മൾ എഴുതുന്നത് കമ്പൽസറി ആണ് ഫസ്റ്റ് ബോർഡിൽ. സെക്കൻഡ് ബോർഡിൽ വി കൻ ഓൺലി റൈറ്റ് 3 സബ്ജക്ട്സ്. 3 സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ 2 കോർ സബ്ജക്റ്റും ഒരു ലാംഗ്വേജും. ഞാൻ എഴുതാൻ വിചാരിച്ചത്, നമ്മൾ കോർ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ SST, സയൻസ് ആൻഡ് മാത്ത്, പിന്നെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷും പിന്നെ വേറെ ഏത് ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്തതെന്നുള്ളത്. ഞാൻ ചൂസ് ചെയ്തത് മലയാളമാണ്. ആൻഡ് ആസ് യു ഓൾ നോ, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ കാരണം ഞാൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലാണ്, UAE-ലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 2 എക്സാംസ് ക്യാൻസലായി. അപ്പോൾ എനിക്ക് ക്യാൻസലായത് ഒന്ന് SSTയും പിന്നെ ഒരെണ്ണം എൻ്റെ ലാംഗ്വേജ് മലയാളമാണ്. അപ്പോൾ ഞാൻ ഇംപ്രൂവ്മെന്റ് എഴുതുമ്പോൾ എഴുതാൻ വിചാരിക്കുന്നത് എന്തായാലും ക്യാൻസലായ SST ആൻഡ് മലയാളം അലോങ് വിത്ത് മാത്ത്. അപ്പം ഈ 3 സബ്ജക്ട്സാണ് ഞാൻ എഴുതാൻ വിചാരിക്കുന്നത്. ആൻഡ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഐ തിങ്ക് LOC നമ്മൾ റിസൾട്ട് വന്നിട്ട് 5 ദിവസത്തിനുള്ളിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഒരു സബ്ജക്ട്സിന് നാട്ടിൽ ഐ തിങ്ക് ഇറ്റ്സ് 300 സംതിങ്. ഇവിടെ ഞങ്ങൾക്ക് 2200 ആണ് പെർ സബ്ജക്റ്റിനുള്ള ഫീസ്. അപ്പം 3 സബ്ജക്ട്സിന് 6600 വരും. അപ്പം അങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ഈ 3 സബ്ജക്ട്സ് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇസ് ബിക്കോസ് 2 ക്യാൻസൽ ആയത്. പിന്നെ മാത്ത് പേപ്പർ ഈസി ആയിരുന്നു ഞങ്ങൾക്ക്, പക്ഷെ എനിക്ക് ഒന്നുകൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. ആൻഡ് ഓൾസോ ഇനി എന്തായാലും ഒരു മാസം മുന്നിലുണ്ടല്ലോ, അപ്പം പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ ഇൻ ദ ടൈം ഞാൻ ഇത്രയും കാലം പോസ്റ്റ് ചെയ്യാണ്ടിരുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നടന്നു. ബൈ ദ വേ ഐ ഗോട്ട് അഡ്മിഷൻ ഫോർ എൻ്റെ ഞാൻ പഠിക്കുന്ന ഷാർജ ഇന്ത്യൻ സ്കൂളാണ്. എൻ്റെ അതേ സ്കൂളിൽ ഐ ഗോട്ട് അഡ്മിഷൻ ഫോർ ബയോമാത്ത്. ആൻഡ് ഞങ്ങൾക്ക് ക്ലാസ്സസ് നെക്സ്റ്റ് വീക്ക് തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെയാണ്. ആൻഡ് പ്ലീസ് ഡു ലെറ്റ് മീ നോ നിങ്ങൾ ആരൊക്കെയാണ് എഴുതുന്നത് എന്നുള്ളത്, സെക്കൻഡ് ബോർഡ്സ്, പിന്നെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എഴുതുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒക്കെ കമന്റ് ചെയ്യുക ഏതില്ല നിങ്ങൾ എഴുതുന്നത് എന്നുള്ളത്. ഞങ്ങൾക്ക് സെക്കൻഡ് ബോർഡ്സ് ഉണ്ടാവുമോ എന്നറിയില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെ ആയതുകൊണ്ട്. എന്തായാലും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാമെന്ന് വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ. ആൻഡ് ഇനി അങ്ങോട്ട് ഒരു സെക്കൻഡ് ബോർഡ്സ് വരെ ഒരു 30 days ഐ വിൽ ബി കൺസിസ്റ്റന്റ്ലി പോസ്റ്റിംഗ് അബൌട്ട് മൈ പ്രിപ്പറേഷൻ ആൻഡ് ഓൾ ദാറ്റ്. ഞാൻ റിവിഷൻ ചെയ്യുന്നത്, പിന്നെ ഏതൊക്കെ ലെസൺസ് ആണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡെയിലി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എവറിവൺ യു ഷുഡ് സ്റ്റേ ട്യൂൺഡ്. ആൻഡ് yeah, that's it for today. So please make sure you subscribe and press the bell icon so that you get notification ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും. ആൻഡ് ഈ ഒരു ജേർണിയിൽ we'll do it together, the second words. So yes, that's it for today. Bye bye and see you in the next video.